ഫസ്റ്റ് 3 ഡയമെൻഷണൽ ജോമെട്രിയിലെ ചോദ്യം പഠിക്കാൻ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നെയിം ദ ഒക്ടൻ ഇൻ വിച്ച് 4 - 5 6 ബിലോങ്സ്. അതായത് ഇത് ഏത് ഒക്ടനിലാണ് ഉള്ളതെന്ന്. ആകെ മൊത്തം 8 ഒക്ടൻ്റാണ് ഉള്ളത്. അതായത് എക്സ് വൈ സെഡിനെ നമ്മൾ 8 പാർട്ടായി ഡിവൈഡ് ചെയ്യും. അങ്ങനെ മൊത്തം 8 ഒക്ടൻ്റാണ് ഉള്ളത്. ഇതിനകത്ത് ഇത് ഏത് ഒക്ടനിലാണ് ഉള്ളത് മനസ്സിലാക്കാനായിട്ടാണ്. ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം, ഇങ്ങനെ ആ 8 നമ്പർ എഴുതി വെക്കണം. 1 2 3 4 5 6 7 8 ഈ 8 എഴുതി വെക്കുക. എന്നിട്ട് ഏറ്റവും ലാസ്റ്റത്തെ നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ലാസ്റ്റത്തെ നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ ആദ്യത്തെ 4 സെലക്ട് ചെയ്യുക. ഓക്കെ, എപ്പോഴും പകുതി സെലക്ട് ചെയ്യുക. ലാസ്റ്റത്തെ നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ ആദ്യത്തെ 4, നെഗറ്റീവ് ആയിരുന്നെങ്കിൽ അവസാനത്തെ 4 സെലക്ട് ചെയ്തേനെ. അതിനർത്ഥം അവസാനത്തെ 4 കട്ടായിപ്പോയി. ഇനി അടുത്ത രണ്ടാമത്തെ നമ്പർ നോക്കുക. രണ്ടാമത്തെ നമ്പർ നെഗറ്റീവ് ആയതുകൊണ്ട് സെക്കൻഡ് ഹാഫ് എടുക്കണം, അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫ് എടുക്കണം. അതായത് ഈ ലാസ്റ്റത്തെ 2 നമ്പർ നെഗറ്റീവ് ആയതുകൊണ്ടാണ്. പോസിറ്റീവ് ആയിരുന്നെങ്കിൽ ഫസ്റ്റത്തെ 2 നമ്പർ എടുത്തേനെ. ഇനിയാണ് ലാസ്റ്റത്തിൽ ഏറ്റവും ലാസ്റ്റ് നമ്പർ ചെക്ക് ചെയ്യണം. 4 എന്നുള്ളത് പോസിറ്റീവ് നമ്പർ ആണല്ലോ. പോസിറ്റീവ് ആണെങ്കിൽ അത് അറ്റത്തായിരിക്കും. ഓക്കെ, ഈ 4 അറ്റത്തായിരിക്കും പോസിറ്റീവ് തന്നെ. നെഗറ്റീവ് ആണെങ്കിൽ അകത്തായിരിക്കും. സോ പോസിറ്റീവ് അറ്റത്തായതുകൊണ്ട് 4 ആണ് ഈ 4 പേരിൽ അറ്റത്തുള്ളത്. അതുകൊണ്ട് ഈ 4 ആയിരിക്കും നമ്മുടെ ഉത്തരം. അപ്പോൾ 4th ഒക്ടൻ്റിലാണ് ഇതുള്ളത്. ഓക്കെ, ലാസ്റ്റത്തെ മാത്രമേ അറ്റത്താണോ അകത്താണോ ചെക്ക് ചെയ്യണ പരിപാടിയാണ്. ബാക്കിയെല്ലാം ഭയങ്കര എളുപ്പമാണ്. ഇനി അടുത്തത് ഡിസ്റ്റൻസ് ഫോമിൽ വെച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഡിസ്റ്റൻസ് ഫോമിൽ വെച്ചുള്ള ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പോയിന്റ് വന്നിട്ടുണ്ടാവും. ഇവർ തമ്മിലുള്ള ദൂരം എത്രയാണ്. അത് നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുള്ള ഇക്വേഷൻ അല്ലേ. ഡിസ്റ്റൻസ് d ഈസ് ഈക്വൽ ടു √(x2 - x1) ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ് പണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കൊല്ലം പഠിക്കുമ്പോൾ ഒരു z2 - z1 ദ ഹോൾ സ്ക്വയർ കൂടെ കയറി വരും. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, പുതിയതായിട്ടൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് √4 - 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് 3 - 3 ദ ഹോൾ സ്ക്വയർ പ്ലസ് 5 - 1 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഇതൊന്ന് ചെയ്തെടുത്താൽ മതി. √2 സ്ക്വയർ പ്ലസ് 3 - 3 0 വരും. 0 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ എന്ന് വരും. √4 പ്ലസ് 16 √20 യൂണിറ്റ്സ് എന്നുള്ളതാണ് നമ്മുടെ ഡിസ്റ്റൻസ്. അത്ര ചെയ്തെടുക്കാം, എളുപ്പത്തിൽ ചേർക്കാമെന്നുള്ളൂ. ജസ്റ്റ് ഡിസ്റ്റൻസ് ഫോമിൽ ഉപയോഗിച്ചാൽ മതി. അടുത്ത ക്വസ്റ്റ്യനിൽ പോയിന്റ് വന്നിട്ടുണ്ട്. അടുത്തൊരു പോയിന്റ് വന്നിട്ടുണ്ട്. ആ പോയിന്റ് ഇതാ എന്നും ബിന്നും ഇക്വൽ ഡിസ്റ്റന്റ് എന്ന് പ്രൂവ് ചെയ്യാൻ. എന്താ ഇക്വൽ ഡിസ്റ്റന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇക്വൽ ഡിസ്റ്റന്റ് എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ, ഈക്വൽ ഡിസ്റ്റൻസ് ആണ്. അതായത് ഇവിടെ എ എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. എന്ന് പിയിലേക്കുള്ള ദൂരം. ഇപ്പോൾ എ എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, പിന്നെ ഇവിടെ ഒരു പി എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു ബി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. ഇവർ രണ്ടുപേര് തമ്മിലുള്ള എ ടു പി ദൂരവും പി ടു ബി ദൂരവും രണ്ട് സെയിം ആണ് പ്രൂവ് ചെയ്യാൻ. അത്രേ ഉള്ളൂ ചോദിച്ചേക്കണം. എന്ന് പിയിലേക്കുള്ള ദൂരം, ബിന്ന് പിയിലേക്കുള്ള ദൂരം രണ്ടും സെയിം ആണ് പ്രൂവ് ചെയ്യാനായിട്ട്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഫസ്റ്റ് നമുക്കിപ്പോൾ കണ്ടുപിടിക്കേണ്ടത് എ പി എന്ന് പറയുന്ന ലെങ്ത് കണ്ടുപിടിക്കണം. നല്ല ദൂരം സെയിം ആണ് പ്രൂവ് ചെയ്യാൻ, രണ്ട് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? √(x2 - x1) ദ ഹോൾ സ്ക്വയർ. ആ ഡിസ്റ്റൻസ് ഫോമിലല്ലേ, അത് ഉപയോഗിക്കാം. അത്രേ ഉള്ളൂ ചെയ്യാനായിട്ട്. രണ്ടുപേരും തമ്മിലുള്ള ദൂരം സെയിം ആണെന്ന് പ്രൂവ് ചെയ്യാനല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം നേരെ ആ ഡിസ്റ്റൻസ് ഫോമിൽ ഉപയോഗിക്കാം. ഡിസ്റ്റൻസ് ഫോമിൽ ഉപയോഗിക്കുമ്പോഴത്തേക്കും എ പി എന്ന് പറയുമ്പോഴത്തേക്കും പിന്ന് എ കുറയ്ക്കാം. ഓക്കെ, എങ്ങനെയുള്ള കുറയ്ക്കാൻ കുഴപ്പമില്ല. -2 - 1 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. x2 - x1 എന്ന് പറയുമ്പോൾ. പിന്നെ അടുത്തത് 3 - 2 ദ ഹോൾ സ്ക്വയർ. ഇപ്പോൾ എയും പിയും തമ്മിലുള്ള കണക്ഷൻ എടുത്തേക്കുന്നത്. പിന്നെ -1 - 3 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഇത് ചെയ്തെടുക്കുമ്പോഴത്തേക്കും √(-3യുടെ സ്ക്വയർ പ്ലസ് 1ൻ്റെ സ്ക്വയർ പ്ലസ് -4ൻ്റെ സ്ക്വയർ √9 + 1 + 16. ഇത് വന്നിട്ട് √26 എന്ന് വരും. ഇതാണ് ഫസ്റ്റത്തെ എൻ്റെ. ഇനി രണ്ടാമത്തത് നമുക്ക് എ ബി അല്ല പി ബി കണ്ടുപിടിക്കാം. പിയും ബിയും തമ്മിലുള്ള അത് ഇതുപോലെ തന്നെ ജസ്റ്റ് റൂട്ട് എടുത്ത് ചെയ്യാം. പി ബി എന്ന് പറയുമ്പോഴത്തേക്കും 3 - -2 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. പ്ലസ് 2 - 3 ദ ഹോൾ സ്ക്വയർ പ്ലസ് -1 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇത് വന്നിട്ട് √3 - -2 5
5 സ്ക്വയർ പ്ലസ് -1 സ്ക്വയർ പ്ലസ് -1 -1 -1 പ്ലസ് 1 -1 പ്ലസ് 1 എത്ര 0 സ്ക്വയർ എന്ന് വരാം. ഇത് വന്നിട്ട് √25 പ്ലസ് 1 എന്ന് വരും, √26. രണ്ടുപേരുടെയും ലെങ്ത് സെയിം അല്ലേ, അതുകൊണ്ട് ഇവർ സെയിം ആയിരിക്കും, സെയിം ലെങ്ത് ആണ്. നമുക്ക് ഇങ്ങനെ എഴുതാം, AP is equal to PB is equal to √26. എല്ലാവരും ഒരേ ലെങ്ത് ആണ്, അതുകൊണ്ട് അവർ ഇക്വിഡിസ്റ്റന്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇതിനകത്ത് ഏതാണ് YZ പ്ലെയിനിലുള്ളത്? YZ പ്ലെയിനിലുള്ളതിന്റെ പ്രത്യേകത എന്തായിരിക്കും? അതിൽ X ഇല്ലല്ലോ, X 0 ആയിരിക്കും. X 0 അതിനകത്ത് ആരും നോക്കിയാൽ മതി, ഈ ലാസ്റ്റത്തെ ആണ്, അതുകൊണ്ട് ഇതാണ് ഉത്തരം. കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ട്രയാങ്കിളിന്റെ സെൻട്രോയിഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ട്രയാങ്കിളിന്റെ സെൻട്രോയിഡിന്റെ ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ട്രയാങ്കിളിന്റെ സെൻട്രോയിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ x1 പ്ലസ് x2 പ്ലസ് x3/3, ഇതാണ് സെൻട്രോയിഡിന്റെ ഫോർമുല കേട്ടോ. സെൻട്രോയിഡ് നമ്മൾ ഇങ്ങനെ കണ്ടുപിടിക്കുക, എക്സ് കോർഡിനേറ്റ് കിട്ടാനായിട്ട് ഇങ്ങനെ, വൈ കോർഡിനേറ്റ് കിട്ടാനായിട്ട് y1 പ്ലസ് y2 പ്ലസ് y3. ട്രയാങ്കിളിന്റെ 3 കോർഡിനേറ്റ്സിന്റെ പോയിന്റ്സ് ഇല്ല, ജസ്റ്റ് കൂട്ടിയിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. z1 പ്ലസ് z2 പ്ലസ് z3 ഡിവൈഡ് ബൈ 3 ആയിരിക്കും. ഇതാണ് ട്രയാങ്കിളിന്റെ സെൻട്രോയിഡ് കണ്ടുപിടിക്കാനുള്ള ടെക്നിക്ക്. ഇതിനകത്ത് ഒരു ട്രയാങ്കിളിന്റെ സെൻട്രോയിഡ് തന്നിട്ടുണ്ട്, 2 കോർഡിനേറ്റ്സും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മൂന്നാമത്തെ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. അതായത് x3 y3 z3 അറിയില്ല, മൂന്നാമത്തെ കോർഡിനേറ്റ് നമുക്ക് അറിയാൻ പാടില്ല, പക്ഷെ ബാക്കിയെല്ലാം നമുക്ക് അറിയാം. ഇതിന്നൊരു കാര്യം മനസ്സിലായി. ഫസ്റ്റത്തെ എക്സ് കോർഡിനേറ്റിന്റെ എടുക്കാം, എക്സ് 1 ആണെന്നറിയാലോ, 1 ഈസ് ഈക്വൽ ടു x1 പ്ലസ് x2 പ്ലസ് x3/3 ആയിരിക്കും. x1 ആരാ ഇവിടെ 3, x2 ആരാ -1. ശ്രദ്ധിച്ചോളേ, സെൻട്രോയിഡ് തന്നിട്ടുണ്ട്, പക്ഷേ സി കോർഡിനേറ്റ് തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ നമ്മൾ എഴുതാം, ഇങ്ങനെ എഴുതാം, സെൻട്രോയിഡ് ഇവിടെ എഴുതാം, 1 2 3 ഇസ് ഈക്വൽ ടു ആദ്യം x1 പ്ലസ് x2 പ്ലസ് x3. x1 എന്താണ് 3 ആണ്, x2 -1 കൊടുത്തിട്ടുണ്ട്, x1 x2 കൊടുത്തിട്ടുണ്ട്, പക്ഷെ x3 കൊടുത്തിട്ടില്ല. അപ്പോൾ 3 പ്ലസ് -1 പ്ലസ് x3 അറിയില്ല, സി കോർഡിനേറ്റ് നമുക്ക് അറിയില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്, ഡിവൈഡ് ബൈ 3 ആയിരിക്കും. പിന്നെ രണ്ടാമത്തെ y -5 പ്ലസ് -7 പ്ലസ് 7 -5 പ്ലസ് 7 പ്ലസ് y3 ഡിവൈഡ് ബൈ 3 ആയിരിക്കും. അടുത്ത z കോർഡിനേറ്റ് വന്നിട്ട് 7 പ്ലസ് -6 പ്ലസ് z3 ഡിവൈഡ് ബൈ 3 ആയിരിക്കും. സോ ഇതെല്ലാം കൂടെ അങ്ങ് ചേർത്താൽ മതി. നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്, ഇനി കണക്ട് ചെയ്യാം. അപ്പോൾ 1 ആണ് എക്സ് കോർഡിനേറ്റ്, സോ നമുക്ക് x3 അറിയില്ല, അപ്പോൾ 1ഉം ഇതുകൂടെ കണക്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇങ്ങനൊരു കണക്ഷൻ വരിക, ഇത്രേ ഉള്ളൂ. ഈ 1 ആണ് ഈ ആദ്യം കാണുന്ന ഇതിൻ്റെ ഉത്തരം, ഈ കാണുന്നതിൻ്റെ ഉത്തരം 1 ആണ്. നമുക്കൊരു കണക്ട് ചെയ്യാൻ, എന്നിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, x3 കണ്ടുപിടിക്കാം. ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. 1 ഈസ് ഈക്വൽ ടു 3 പ്ലസ് -1 പ്ലസ് x3 ഡിവൈഡ് ബൈ 3 എന്ന് വരും. 3 × 1 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പുറത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 3 × 1 ഈസ് ഈക്വൽ ടു 3 പ്ലസ് -1 എത്ര 2 പ്ലസ് x3 എന്ന് വരും. 3 × 1 ഈസ് ഈക്വൽ ടു 2 പ്ലസ് x3. 3 × 1 എത്ര 3, 2 അപ്പുറത്തേക്ക് പോകുമ്പോൾ 3 - 2 ആവും. 3 - 2 ഈസ് ഈക്വൽ ടു x3 ഈസ് ഈക്വൽ ടു 3 - 2 1 എന്ന് കിട്ടി. അങ്ങനെ നമുക്ക് x3 കിട്ടി. ഇതേപോലെ ബാക്കിയുള്ളത് കണ്ടുപിടിക്കാം. 2 രണ്ടാമത് എടുക്കാം, 2 ഈസ് ഈക്വൽ ടു -5 പ്ലസ് 7 പ്ലസ് y3 ഡിവൈഡ് ബൈ 3 എന്ന് വരും. ഈ 3 എടുത്ത് ഇപ്പുറത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം, അപ്പോൾ 2 × 3 എന്ന് വരും. 2 × 3 ഈസ് ഈക്വൽ ടു -5 പ്ലസ് 7 2 പ്ലസ് y3. 2 × 3 എത്ര 6, 6 - 2 എത്രയാണ് 6 - 2 ഈസ് ഈക്വൽ ടു y3 എന്ന് കിട്ടും. അതായത് y3 ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. ഇങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കുക. അപ്പോൾ ഓരോന്നും ഇപ്പുറത്തേക്ക് എടുത്ത് നോക്കി വെച്ചാൽ മതി. അതേപോലെ തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, z കണ്ടുപിടിക്കാം. z ഒന്ന് നോക്കിക്കോളണേ. z എന്ന് വെച്ചാൽ 3 ആണ്, പിന്നെ 7-ഉം -6ഉം തന്നിട്ടുണ്ട്. അപ്പോൾ z കണ്ടുപിടിക്കാനായിട്ട് 3 ഉണ്ട്, z കോർഡിനേറ്റ് 3 ആണ് തന്നിട്ടുണ്ടായിരുന്നു സെൻട്രോയിഡിൽ. അപ്പോൾ 7 പ്ലസ് -6 പ്ലസ് z3 ഡിവൈഡ് ബൈ 3 എന്ന് വരും.
ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പുറത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 3 into 3 is equal to 7 plus minus 6. 7 plus minus 6 is 1. 1 plus z3 എന്ന് പറയും. 3 into 3 is 9. 9 is equal to 1 plus z3. So ഇപ്പുറത്തേക്ക് നമുക്ക് 1 എടുത്തു കഴിഞ്ഞാൽ z3 is equal to 9 minus 1, that is equal to 8. അങ്ങനെ നമുക്ക് തേർഡ് പോയിന്റും കിട്ടി. സി പോയിന്റിൻ്റെ എല്ലാ പോയിന്റ്സും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ ഏതായിരുന്നു? x3 വന്നിട്ട് 1, y3 വന്നിട്ട് 4 ആൻഡ് z3 വന്നിട്ട് 8. സോ സി എന്ന് വെച്ച് കഴിഞ്ഞാൽ 1, 4, 8 ആയിരിക്കും. ഇതാണ് നമ്മുടെ ഉത്തരം. ഇങ്ങനെയാണ് ചെയ്യുക. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷേ ചെയ്തെടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു ട്രയാങ്കിൾ വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആദ്യം പ്രൂവ് ചെയ്യാം. സോ ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എങ്ങനെ പ്രൂവ് ചെയ്യും? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആദ്യം പ്രൂവ് ചെയ്യാനായിട്ട് ഒറ്റ കാര്യം വെച്ചാൽ മതി. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഇക്വേഷൻ ഇത് ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കി വെച്ചാൽ മതി. ഓക്കെ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഇക്വേഷൻ ഇത് ഫോളോ ചെയ്യുന്നുണ്ടോ? ഇക്വേഷൻ എന്തായിരുന്നു? ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. അപ്പോൾ ആ ഇക്വേഷൻ ഇത് ഫോളോ ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഒരു ട്രയാങ്കിൾ ചുമ്മാ വരയ്ക്കാം. ചുമ്മാ എ ബി സി എന്ന് കൊടുക്കുക. നമുക്ക് അറിയില്ല ഇന്നത്തെ ഏതാണ് ഹൈപ്പോട്ടന്യൂസ് എന്നൊക്കെ. തൽക്കാലത്തേക്ക് ഇങ്ങനെ കിടക്കട്ടെ. എന്നിട്ട് എന്ത് ചെയ്യുക? ഇതിൻ്റെ സൈഡിന് ലെങ്ത് കണ്ടുപിടിക്കാം. അതാണ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. സോ എ ബി കണ്ടുപിടിക്കാം. എ ബി ഇസ് ഈക്വൽ ടു ജസ്റ്റ് ഉള്ള സൈഡ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് തന്നേക്കുന്ന പോയിന്റ്സ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് എ ബി കണ്ടുപിടിക്കാം. അറിയാലോ, ഡിസ്റ്റൻസ് ഫോമിൽ അറിയാലോ. √(x2 - x1) the whole square. ആ ഇക്വേഷൻ ഉപയോഗിക്കാം. -1 - 0 the whole square plus 6 - 7 the whole square plus 6 - 10 the whole square. ഇത് ചെയ്തെടുക്കാം. ഓക്കെ, സോ ഇത് ചെയ്യുമ്പോഴത്തേക്കും √(-1 - 0) is -1. -1 square plus 1 again -1 square plus 4 square -4 square. സോ ഇത് ചെയ്ത് വരുമ്പോഴത്തേക്കും √18 എന്നുള്ള ഉത്തരത്തിലേക്ക് എത്താം. √18 ആണ് നമുക്ക് ഉത്തരമായിട്ട് കിട്ടാൻ പോകുന്നത്. ഓക്കെ, സോ എ ബി ഈസ് √18. എ ബി √18 ആണെന്ന് മനസ്സിലായി. ഇനി അടുത്തത് എ ബി √18 ആണെങ്കിൽ അടുത്ത് നമുക്ക് ബി സി കണ്ടുപിടിക്കാം. ബി സി ഇതേപോലെ തന്നെ ബിയും സിയും തമ്മിലുള്ള ബന്ധം. സോ -4 - -1 the whole square plus 9 - 6 the whole square plus 6 - 6 the whole square. സോ ഇത് ചെയ്ത് വരുമ്പോഴത്തേക്കും -4 - -1 -4 + 1 വരും. -4 + 1 is -3. -3 square plus 3 square plus 0 square, that is equal to √18 എന്ന് വരും. അഗെയിൻ ഇത് √18 ആണ്. ഇനി അടുത്തത് എ സി കണ്ടുപിടിക്കാം. ഈ ഒരു സൈഡും കൂടെ ഉള്ളു എ സി. എ സിയുടെ അകത്ത് ഇതേപോലെ തന്നെ സെയിം മെത്തേഡിൽ സബ്ട്രാക്ട് ചെയ്യുക. സോ സിന്ന് എ ഉറയ്ക്കാം. -4 - 0 √(-4 - 0) the whole square plus 9 - 7 the whole square plus 6 - 10 the whole square. സോ ഇത് ചെയ്ത് വരുമ്പോഴത്തേക്കും √(-4 - 0) will be -4 the whole square. 9 - 7 will be 2 square and 6 - 10 -4 the whole square. ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് √36 വരും. ഓക്കെ, സോ 3 ഇക്വേഷൻസ് കിട്ടിയിട്ട് 3 ഉത്തരങ്ങൾ കിട്ടിയിട്ടുണ്ട്. √18, √36. അപ്പോൾ ഇതൊരു കാര്യം മനസ്സിലായി. വലുത് എ സി ആണ്, √36 എന്ന് മനസ്സിലായിട്ടുണ്ട് എന്തായാലും. അപ്പോൾ മിക്കവാറും അതാണ് ഹൈപ്പോട്ടന്യൂസ് ആകാൻ സാധ്യതയുള്ളൂ. അപ്പോൾ നമ്മുടെ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ആണോ എന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അല്ലെങ്കിൽ എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഈക്വൽ ടു എ സി സ്ക്വയർ ആണോ ചെക്ക് ചെയ്യാം. ഓക്കെ, സോ അത് എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ എടുത്ത് നോക്കുക. √18 the whole square പ്ലസ് √18 the whole square. സോ ചെയ്ത് നോക്കുമ്പോൾ 18 + 18 36 എന്ന് കിട്ടും. ഇനി എ സി സ്ക്വയറോ? എ സി സ്ക്വയർ √36 അല്ലേ. സോ √36ന്റെ സ്ക്വയർ എത്ര വരും? 36 കിട്ടും. സോ ഇത് രണ്ടും സെയിം അല്ലേ. എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സി സ്ക്വയർ എന്ന് കിട്ടി. സോ നമ്മുടെ ട്രയാങ്കിൾ എന്താണ്? എ ബി സി ട്രയാങ്കിൾ ഈസ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ഇതിങ്ങനെ ഫോളോ ചെയ്തതുകൊണ്ട്
ഇങ്ങനെ ആയതുകൊണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഇത്രേ ഉള്ളൂ. ഓക്കെ, സോ ഇതാണ് എൻ്റെ ഒരു ബേസ് ഐഡിയ. ഇനി അടുത്തത് ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ പാസിംഗ് ത്രൂ ദ പോയിന്റ്സ് എ ബി സി. അപ്പം നമുക്ക് ഈ എ ബി സി 3 പോയിന്റ്സ് വന്നിട്ടുണ്ടല്ലോ, എ ബി സി. അപ്പോൾ അതായത് ഇപ്പോൾ ഇവിടെ ഒരു സർക്കിൾ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ആ സർക്കിളിൽ നമ്മുടെ ഈ ട്രയാങ്കിളിൻ്റെ പോയിന്റ്സ് ഇവിടെ കടന്നു പോകുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സെൻറ്റർ പോയിന്റ് എന്താണ്, ആ സർക്കിളിൻ്റെ സെൻറ്റർ എന്താണ്? ഒരു കാര്യം മനസ്സിലാക്കണം, ഇതൊരു റൈറ്റ് ആംഗിളിൻ്റെ ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ ആ സർക്കിളിൻ്റെ ഡയമീറ്ററും നമ്മുടെ ഹൈപ്പോട്ടന്യൂസും സെയിം ആയിരിക്കും. ഓക്കെ, ആ സർക്കിളിൻ്റെ ഡയമീറ്ററും നമ്മുടെ ഹൈപ്പോട്ടന്യൂസും സെയിം ആയിരിക്കും. അപ്പോൾ അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാം, നമ്മുടെ ഹൈപ്പോട്ടന്യൂസിൻ്റെ സെൻറ്ററാണ് ഈ സർക്കിളിൻ്റെ സെൻറ്റർ. ഓക്കെ, അതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ഹൈപ്പോട്ടന്യൂസിൻ്റെ സെൻറ്ററാണ് എന്ത്, സർക്കിളിൻ്റെ സെൻറ്റർ. ഹൈപ്പോട്ടന്യൂസ് ഏതായിരുന്നു? ഇത് എ, ഇത് സി, ഇത് ബി. എ സി ആയിരുന്നു നമ്മുടെ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ എ സിയുടെ സെൻറ്ററാണ് എന്ത്, നമ്മുടെ സർക്കിളിൻ്റെ സെൻറ്റർ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയതുകൊണ്ട് ആ സർക്കിളിൻ്റെ സെൻറ്റർ പാസ് ചെയ്യുന്നത് നമ്മുടെ ഹൈപ്പോട്ടന്യൂസിൽ കൂടെ ആയിരിക്കും. അത്രേ ഉള്ളൂ. അപ്പോൾ ഹൈപ്പോട്ടന്യൂസിൻ്റെ സെൻറ്ററും സർക്കിളിൻ്റെ സെൻറ്ററും സെയിം ആണ്. ചെറിയ ക്ലാസ് പഠിക്കാനുണ്ടായിരുന്നു. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സർക്കിളിൻ്റെ പോയിന്റ്സ് എടുക്കുക, എന്നിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സർക്കിളിൻ്റെ പോയിന്റ്സിനകത്ത് എയും സിയും നമുക്ക് വേണ്ടത് 0, 7, 10 -4, 9, 6. ഇത് 0, 7, 10 ആണ് എ, -4, 9, 6 ആണ് സി. ഓക്കെ, സോ ഇവരുടെ സെൻറ്റർ പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കാം. ഇവരുടെ സെൻറ്റർ പോയിന്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാം 0യുടെ -4ൻ്റെയൊക്കെ ഇതൊക്കെയുള്ള സെൻറ്റർ പോയിന്റ്. ഇത്രേ ഉള്ളൂ. ജസ്റ്റ് രണ്ടും കൂടെ കൂട്ടി പകുതി എടുത്താൽ മതി. നമുക്ക് എന്താണെങ്കിലും പകുതി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ സെൻറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് കൂട്ടുക, പകുതി എടുക്കുക, അതിൻ്റെ ഹാഫ് എടുക്കുക. 0 + -4 ഡിവൈഡ് ബൈ 2, 7 + 9 ഡിവൈഡ് ബൈ 2, 10 + 6 ഡിവൈഡഡ് ബൈ 2. ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇതാണ് എൻ്റെ സെൻറ്റർ ആയിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ 0 + -4 ഡിവൈഡ് ബൈ 2, -4/2 -2 കിട്ടും. 7 + 9 16, 16/2 8, 10 + 6 16, 16/2 8. ഇതാണ് അതിൻ്റെ സെൻറ്റർ. ഇത്രേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ സെൻറ്റർ കണ്ടുപിടിക്കുക. ഓക്കെ, ഇതൊക്കെയാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്.